ഹലോ കൂട്ടുകാരെ, അപ്പം ഞങ്ങൾ നാമക്കല്ലെത്തി. നാമക്കല്ലിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഹനുമാന്റെ അമ്പലത്തിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ ഹനുമാന്റെ വിഗ്രഹത്തിന് 18 അടി ഉയരം ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രീകോവിലിൻ്റെ അകത്തിൻ്റെ മേൽക്കൂരയില്ല, നേരെ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ. ഹനുമാനെ വിശേഷമായിട്ട് ചാർത്തുന്നതാണ് വെറ്റല കൊണ്ടുള്ള മാല. അത് ചെറുതും വലുതുമായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ചെറുതിന് 50 രൂപ, അതുപോലെ 100. അതിൻ്റെ വലിപ്പം അനുസരിച്ച്, ഓരോ വലിപ്പം അനുസരിച്ച് ഓരോ റേറ്റാണ് കേട്ടോ. നമ്മൾ ചെറുതൊരെണ്ണം വാങ്ങിയ. ഞങ്ങൾ വന്നപ്പോൾ അമ്പലത്തിൽ അഭിഷേകം നടക്കാനായിട്ട് തുടങ്ങുമായിരുന്നു. അമ്പലത്തിൻ്റെ ഉൾവശം എല്ലാം പെയിൻറ്റിങ് വർക്ക് നല്ലപോലെയുണ്ട്. നല്ലപോലെ വരച്ച് ചിത്രങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോകളൊക്കെ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ശ്രീരാമൻ്റെയും സീതാദേവിയുടെയൊക്കെ നിറയെ ഫോട്ടോകളും അതുപോലെയെല്ലാം ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ. ഹനുമാൻ ഭഗവാന്റെ മറ്റൊരു വഴിപാടാണ് വടമാല. ഇവിടെ വടമാല എന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണ ഭഗവാന് വട പ്രസാദം ഉള്ളതാണ്. സാധാരണ നമ്മുടെ ഉഴുന്നുവട തന്നെയാണ്. അത് കട്ടിയിലായിട്ട് ഉണ്ടാക്കിയിട്ട് അത് മാലയായിട്ട് നിർമ്മിച്ച് അത് ചാർത്തുന്നു. അപ്പോൾ കുറച്ച് നേരത്തേക്ക് അത് ചാർത്താറുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അങ്ങനെ എടുക്കും. കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് ഓരോരുത്തർ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് കേട്ടോ ഈ വടമാല എന്ന് പറയുന്നത്. അതാണ് ചാർത്തുന്നത്. ഇനി അഭിഷേകമാണ്. പാല്, തൈര്, പഞ്ചാമൃതം, ചന്ദനം, കളപ്പം, അങ്ങനെ എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്.
ഞങ്ങൾക്ക് അഭിഷേകത്തിൻ്റെ സമയത്ത് വരാൻ പറ്റിയത് കൊണ്ട് ഞങ്ങൾക്കും കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഭഗവാന് ചാർത്തിയ വടമാലയുടെ പ്രസാദം. അപ്പം നമ്മളും വാങ്ങിച്ചു. ഇത് ഒരെണ്ണത്തിന് 5 രൂപ. അതുപോലെ തന്നെ പുളിസാദമാണ് ഇവിടെ കൊടുക്കുന്നത്. അതും വാങ്ങിച്ചിട്ട് ഞങ്ങൾ മടങ്ങുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.